നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനത്തിലെ റിവേഴ്സ് ഗിയർ പലപ്പോഴും നമ്മൾ എൻഗേജ് ചെയ്യാൻ നോക്കുമ്പം അത് പ്രോപ്പറായിട്ട് ഗിയർ സ്ലോട്ടിലോട്ട് വീഴാറില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ അതിനെ എൻഗേജ് ചെയ്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഒരു മെറ്റാലിക് സൗണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡിങ് നോയ്സ് എന്നതിനെ പറയാറുണ്ട്. രണ്ട് മെറ്റൽ തമ്മിൽ കൂട്ടി ഉരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു സൗണ്ട് പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഇത് എൻഗേജ് ആവാത്തപ്പോൾ നമ്മൾ അതിനെ ന്യൂട്രലിലോട്ട് കൊണ്ടുവന്ന് പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും റിവേഴ്സ് ഗിയർ വീഴുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇത് റിവേഴ്സ് ഗിയറിൻ്റെ ഏത് പ്രോപ്പർട്ടി കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം. ഗിയറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഞാൻ ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇട്ടിരിക്കുന്ന അതാണ് റിവേഴ്സ് ഗിയർ. ഈ ഗിയറിൻ്റെ ടീത്ത്, അതിൻ്റെ പല്ലുകളുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ വേറെ ഗിയറുകൾ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനത്തെ ഗിയറുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സ്ലാൻറ്റഡ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗിയർ ടീത്ത് റിവേഴ്സിൻ്റെ കേസിൽ സ്ട്രെയിറ്റ് കട്ടാണ്. അതേസമയം മറ്റ് ഗിയറുകൾ സ്ലാൻറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഈ സ്ലാൻറ്റഡ് അഥവാ ചരിച്ച് കട്ട് ചെയ്തിരിക്കുന്ന ഗിയറുകൾക്ക് പറയുന്നത് ഹെലിക്കൽ ഗിയർ എന്നാണ്. അതേസമയം നേരെ കട്ട് ചെയ്തിരിക്കുന്ന ഈ റിവേഴ്സ് ഗിയർ, ഈ ടൈപ്പ് ഗിയറുകൾക്ക് പറയുന്നത് സ്പർ ഗിയർ എന്നാണ്. ഈ മറ്റ് ഗിയറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ആംഗിളിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഹീലിക്സ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ നമ്മളധികം ടെക്നിക്കൽ ഡീറ്റെയിലോട്ട് കിടക്കാതെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഏറെ ഗിയർ ടീത്ത് ഉണ്ട്. ഇത് കാരണം ഇത് പെട്ടെന്ന് തന്നെ ഗിയർസ് തമ്മിൽ ഈസി ആയിട്ട് എൻഗേജ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഗേജ്മെൻറ്റും വളരെ സ്മൂത്താണ്. ഇത് കാരണമാണ് മറ്റ് ഗിയറിൽ ഈ ഗ്രൈൻഡിങ് നോയ്സ് ഉണ്ടാവാത്തത്. വാഹനത്തിൻ്റെ എൻജിൻ്റെ മോഷൻ യൂണി ഡയറക്ഷനിലാണ്, അതായത് ഒരു ഡയറക്ഷനിൽ എൻജിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാഹനം റിവേഴ്സിലോട്ട് പോകണമെങ്കിൽ ഈ റിവേഴ്സ് ഗിയറിൻ്റെ ഒപ്പം തന്നെ ഒരു ഐഡിയൽ ഗിയറും കൂടെ ഉണ്ട്. 6 വരച്ചേക്കുന്നതിൻ്റെ തൊട്ട് മേളിൽ കാണുന്നത് ഐഡിയൽ ഗിയറാണ് ഫോർവേഡ് മോഷനെ റിവേഴ്സ് മോഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം മറ്റ് ഗിയർ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഏത് ഡയറക്ഷനിൽ ഈ ഐഡിയൽ ഗിയർ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെയാണ് വാഹനം നമ്മൾക്ക് റിവേഴ്സ് പുറകോട്ട് എടുക്കാൻ പറ്റുന്നത്. ഈ റിവേഴ്സ് ഗിയറിൻ്റെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഐഡിയൽ ഗിയർ വേണം എൻഗേജ് ആവാൻ വേണ്ടിയിട്ട്. മറ്റ് ഗിയർ കോൺസ്റ്റൻ്റ്ലി സിങ്ക്രണൈസ്ഡ് ആണ്, അതായത് ഒരു ഐഡിയൽ ഗിയറിൻ്റെ ആവശ്യമില്ല എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഈ മെയിനായിട്ട് ഗിയർ എൻഗേജ് ആവാനുള്ള ഒരു ഫ്രിക്ഷൻ പലപ്പോഴും വരുന്നത് ഈ ഗിയറിൻ്റെ കൺസ്ട്രക്ഷൻ കാരണമാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ഗിയർ സ്ട്രെയിറ്റ് കട്ടാണ്. ഇത് കാരണം ഇത് കറക്റ്റ് സ്ലോട്ടിൽ വീഴാത്തപ്പോഴാണ് നമുക്ക് ഒരു ഫ്രിക്ഷൻ പോലെ അത് ടൈറ്റ്നെസ് വരുന്നത്. പിന്നെ ഗിയർ ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഗ്രൈൻഡിങ് നോയ്സ് വരുന്നത്. ഇത് സാധാരണ റിവേഴ്സ് അല്ലാത്ത ഗിയറുകളാണ്. ഇതിൻ്റെ കട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ലാൻറ്റഡ് അല്ലെങ്കിൽ ഹെലിക്കൽ കട്ടാണ്. ഇത് സ്മൂത്തായിട്ട് എൻഗേജ് ആവും. അതുപോലെ ഗ്രൈൻഡിങ് നോയ്സും വരാറില്ല ഗിയർ കറക്റ്റ് സ്ലോട്ടിൽ വീണാൽ. അപ്പോൾ ഈ ഗിയറിൻ്റെ കൺസ്ട്രക്ഷൻ കാരണമാണ് ഗിയറിൻ്റെ പലപ്പോഴും എൻഗേജ് ആവാനൊരു ബുദ്ധിമുട്ട് നമ്മൾക്ക് ഫീൽ ആവുന്നത്. കാരണം ടീത്ത് കറക്റ്റ് സ്ലോട്ടിൽ വീഴാൻ ചിലപ്പോൾ അതൊരു മിസ്മാച്ച് വരും. അതിനെ നമ്മൾ ന്യൂട്രലാക്കിയിട്ട് വീണ്ടും ഇടുമ്പോൾ അത് എൻഗേജ് ആവും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അധികം ടെക്നിക്കൽ ഡീറ്റെയിലിൽ പോവാതെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഹൈ ലെവൽ ഡീറ്റെയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നൽകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. നമസ്കാരം.